ഹലോ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന പദവികളിൽ ആരൊക്കെ എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന ഏതൊരു PSC പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ മാക്സിമം നമ്മുടെ കൂട്ടുകാരെല്ലാം ഇന്നത്തെ ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ്സസ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ കാണുന്ന കൂട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളം പ്രധാന പദവികൾ, അഥവാ കേരളത്തിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സും അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ പ്രധാന പദവികളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാന പദവി എന്താണ്? മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പിണറായി വിജയനാണ് കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. 23ാമത് കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പഠിച്ചു നോക്കണം, 23ാമത് കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ. 23ാമത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ ആരാണ്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ വ്യക്തി കൂടിയാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ വ്യക്തി കൂടിയാണ് പിണറായി വിജയൻ. നമുക്ക് അടുത്തൊരു പോയിന്റ് ഗവർണറാണ്. നിലവിലെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ആണ് കേട്ടോ. അപ്പോൾ 23ാമത് കേരള ഗവർണറാണ്. പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, 23ാമത് കേരള ഗവർണർ ആരാണെന്ന് ചോദിക്കാം. 23ാമത് കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിലവിലെ കേരള ഗവർണർ ആരാണ്? നിലവിലെ 23ാമത് കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. ക്ലിയർ ആണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി തന്നെയാണ് വരുന്നത്, പിണറായി വിജയനാണ് വരുന്നത്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാണ്? പിണറായി വിജയനാണ് വരുന്നത് കേട്ടോ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ പിണറായി വിജയൻ. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ് പിണറായി വിജയൻ്റെ നിയമസഭാ മണ്ഡലം? ധർമ്മടം മണ്ഡലമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വേണം, കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണേ. അപ്പം കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ ആരാണ്? പിണറായി വിജയനാണ്. CM ആയിട്ടുള്ള പിണറായി വിജയനാണ്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. VK രാമചന്ദ്രനാണ് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രൻ. അടുത്ത് നോക്കാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ്. ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ് കേട്ടോ. ഇങ്ങനെയും പറയാം, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ എന്നാണ് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് പിടിച്ചോണ്ട് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദാർ കേട്ടോ, അല്ലെങ്കിൽ ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വരുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം. സ്ഥിരമായിട്ട് ഇനി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയൊക്കെ പേര് സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ പഠിച്ചു വെക്കണേ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദാർ. അതുപോലെ തന്നെ നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ്? A ജയതിലകാണ് കേട്ടോ. അപ്പോൾ A ജയതിലക് IAS ആണ് കേട്ടോ. അപ്പോൾ നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ്? A ജയതിലകാണ് കേട്ടോ. അതുപോലെ തന്നെ 50ാമത് കേരള ചീഫ് സെക്രട്ടറിയാണ് A ജയതിലക്. അപ്പോൾ അതുകൂടെ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, 50ാമത് കേരള ചീഫ് സെക്രട്ടറി ആരാണെന്ന് ചോദിക്കാം. ആരാണ്? A ജയതിലകാണ്. അപ്പം കണക്ട് ചെയ്ത് പറയുമ്പോൾ എങ്ങനെയാണ്? നിലവിലെ 50ാമത് കേരള ചീഫ് സെക്രട്ടറി ആരാണ്? A ജയതിലക്. ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. അടുത്തത് നിലവിലെ കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവി ആരാണ്? റവാഡ ആസാദ് ചന്ദ്രശേഖരനാണ് കേട്ടോ. അതായത് DGP, നിലവിലെ കേരള DGP ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? റവാഡ ആസാദ് ചന്ദ്രശേഖർ. അപ്പം നിലവിലെ കേരള സംസ്ഥാന പോലീസ് മേധാവി അഥവാ DGP ആരാണ്? റവാഡ ആസാദ് ചന്ദ്രശേഖർ അഥവാ റവാഡ ചന്ദ്രശേഖർ എന്നും പറയും കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? V ഹരിനായരാണ് കേട്ടോ. കണക്ട് ചെയ്ത് പഠിച്ചോണേ. സ്ഥിരമായിട്ട് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഒരു അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ പഠിച്ചു നോക്കണം. നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? V ഹരിനായരാണ് കേട്ടോ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് കേരളത്തിലെ? V ഹരിനായർ കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ നമുക്കൊരു കോഡല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. ഈ വിവരാവകാശം എന്ന് പറയുമ്പോൾ എന്താണ്? സത്യസന്ധമായിട്ടുള്ള രേഖകളും നല്ല നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയെ പറയുന്നത് വരുന്നതാണ് ഹരിചന്ദ്രൻ എന്നല്ലേ പറയുന്നത്. ഹരിചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് എന്താണ്?
സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഹരിചന്ദ്രൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം. മുഖ്യ വിവരാവകാശ കമ്മീഷൻ വിവരം എന്താണ്? സത്യസന്ധമായിട്ടുള്ള രേഖകളാണ് വിവരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരാണ് തരുന്നത്? ഹരിചന്ദ്രന്മാരാണ്. അപ്പോൾ കണക്ട് ചെയ്തോണം. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. വി ഹരിനായർ കണക്ട് ചെയ്ത് പഠിച്ചോണേ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് കേരളത്തിലെ? വി ഹരിനായർ. വി ഹരിനായർ. ക്ലിയർ ആണ്. കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഥവാ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ് കേട്ടോ. എ ഷാജഹാൻ പഠിച്ചു നോക്കണേ. നമുക്ക് നമ്മുടെ കേരള PSC ചെയർമാൻ ആരാണ്? നിലവിലെ കേരള PSC ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആയിരിക്കും. കേരള PSC ചെയർമാൻ ആരാണ്? നിലവിലെ കേരള PSC ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ് കേട്ടോ. MR ബൈജു ആണ്. നിലവിലെ കേരള ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണം ആരാണ്? PD രാജനാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണം ആരാണ്? PD രാജൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. കേരളത്തിലെ നിലവിലെ ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരുടെ കീഴിലാണ്? PD രാജൻ. കണക്ട് ചെയ്തോണേ. അടുത്തത് 7ാമത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവി. അപ്പം 7ാമത്തെയാണ്. അപ്പോൾ കണക്ട് ചെയ്തോണേ. 7ാമത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവി. അതേ കണക്ട് ചെയ്ത് തന്നെ വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC റോസിക്കുട്ടി. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോവില്ല. ഇത് തിരിയാൻ ഒരുപാട് കൂട്ടുകാർക്ക് തിരിയാൻ സാധ്യതയുള്ളൊരു കണക്ഷനാണ്. അപ്പം പഠിച്ചു നോക്കണം. വനിതാ കമ്മീഷൻ വേറെ, വനിതാ വികസന കോർപ്പറേഷൻ വേറെയാണ്. ഇത് രണ്ടാണ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവി. അടുത്തത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആണ് KC റോസിക്കുട്ടി. കണക്ട് ചെയ്തോണേ. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? P സതീദേവി. 7ാമത് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് P സതീദേവി. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ആണ് KC റോസിക്കുട്ടി. ക്ലിയർ ആണ്. അടുത്ത നമുക്ക് നോക്കാം. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിലെ A റഷീദാണ്. കേരളത്തിലെ നിലവിലെ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? A റഷീദാണ്. A റഷീദ്. കണക്ട് ചെയ്തോണേ. A റഷീദാണ്. അടുത്തത് നിലവിലെ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? KV മനോജ് കുമാർ കേട്ടോ. KV മനോജ് കുമാർ. അപ്പോൾ പഠിച്ചു വെക്കണം. നിലവിലെ കേരളത്തിലെ നിലവിലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ കേട്ടോ. KV മനോജ് കുമാർ കേട്ടോ. ബാലാവകാശ കമ്മീഷൻ ചെയർമാനാണ്. ബാലന്മാരെ നമ്മൾ കുമാരന്മാരെ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ കണക്ട് ചെയ്തോണം. നിലവിലെ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? KV മനോജ് കുമാർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാനാണ് CK അബ്ദുൾ റഹീം ആണ് കേട്ടോ. പഠിച്ചു നോക്കണം. നിലവിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ്? CK അബ്ദുൾ റഹീം കേട്ടോ. CK അബ്ദുൾ റഹീം ആണ് നിലവിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? KV മനോജ് കുമാർ. നിലവിലെ കേരളത്തിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ്? CK അബ്ദുൾ റഹീം. ക്ലിയർ ആണ്. നിലവിലെ കേരളത്തിലെ ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? K മോഹൻദാസ് ആണ് കേട്ടോ. K മോഹൻദാസ് ആണ്. അതുപോലെ തന്നെ 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാനാണ്. കേരളത്തെ 11ാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? K മോഹൻദാസ് കേട്ടോ. അപ്പോൾ ഇത് ശമ്പളമായതുകൊണ്ട് ഇതൊരു ചെറിയൊരു കോഡ് വെച്ച് തന്നെ പഠിച്ചു നോക്കാം. ശമ്പളമായതുകൊണ്ട് എന്താണ്? ശമ്പളമായതുകൊണ്ട് തന്നെ എന്താണ്? ഈ ശമ്പളവും അതുപോലെ തന്നെ മോഹോട് കണക്ട് ചെയ്തോണേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താണ്? ശമ്പളം കിട്ടും. നമ്മളിപ്പം നാളെ ഒരു സർവീസിൽ കയറിയാലും ജോലിക്ക് കയറിയാലും നമുക്ക് ശമ്പളം കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ശമ്പളം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മോഹിച്ചുകൊണ്ടിരിക്കും. ശമ്പളം കൂടുതൽ കിട്ടാൻ നമ്മളിങ്ങനെ മോഹിക്കത്തില്ലേ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോണം. നിലവിലെ സംസ്ഥാന കമ്മീഷൻ ചെയർമാൻ ആരാണ്? K മോഹൻദാസ്. 11ാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? K മോഹൻദാസ്. അപ്പോൾ ശമ്പളം കിട്ടാൻ എന്താണ്? നമ്മൾ മോഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കണക്ട് ചെയ്തോണേ. നിലവിലെ കേരള സംസ്ഥാന 11ാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? K മോഹൻദാസ്. ക്ലിയർ ആണ്. അടുത്തത് നിലവിലെ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? U ഷറഫ് അലി ആണ് കേട്ടോ. അപ്പോൾ നിലവിലെ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? U ഷറഫ് അലി. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? നിലവിലെ പ്രേംകുമാറാണ് കേട്ടോ. നമ്മുടെ സിനിമാ താരമായിട്ടുള്ള പ്രേംകുമാറാണ്. പണ്ട് ഇപ്പോൾ അദ്ദേഹം സിനിമയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ഇദ്ദേഹം പണ്ടത്തെ ഒരുപാട് കോമഡി ചിത്രങ്ങളിൽ നായകനായിട്ടും സഹനടനുമായിട്ടും ഒക്കെ വന്നിട്ടുള്ളൊരു താരമാണ് ഈ പ്രേംകുമാർ. അപ്പോൾ അദ്ദേഹമാണ് നിലവിലെ ഇപ്പോഴത്തെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് വന്നിരിക്കുന്നത്. ആക്ടിംഗ് ചെയർമാനാണ്.
അതുകൊണ്ട് കണക്ട് ചെയ്ത് പഠിച്ചോണം. ആക്ടിംഗ് ചെയർമാനാണ്. അപ്പോൾ നിലവിലെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? പ്രേംകുമാറാണ്. നിലവിലെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറാണ്. കേരള സാഹിത്യ അക്കാദമി, അപ്പോൾ ചലച്ചിത്രം പറഞ്ഞു, ഇനി അടുത്ത ഏതാണ്? സാഹിത്യ അക്കാദമിയാണ്. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? കെ സച്ചിദാനന്ദനാണ് കേട്ടോ. കെ സച്ചിദാനന്ദനാണ്. അപ്പോൾ തിരിഞ്ഞുപോലെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? കെ സച്ചിദാനന്ദനാണ്. കെ സച്ചിദാനന്ദൻ. അടുത്തത് ചലച്ചിത്രം കഴിഞ്ഞു, സാഹിത്യം കഴിഞ്ഞ അടുത്ത സംഗീത നാടക അക്കാദമിയാണ് കേട്ടോ. അപ്പോൾ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ്? പ്രസിഡന്റ് ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. മട്ടന്നൂർ ശങ്കരൻകുട്ടി. അപ്പം കണക്ട് ചെയ്ത് പഠിച്ചിട്ട് ഒന്നുകൂടെ പറയാം. 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ്. ശമ്പളം എന്താണ്? നമ്മളെ എപ്പോഴും മോഹിപ്പിക്കുന്നുണ്ട്. ശമ്പളം കിട്ടാൻ വേണ്ടി ശമ്പളത്തിന് നമുക്കൊരു മോഹം വരത്തില്ല. അതുകൊണ്ട് കണക്ട് ചെയ്ത് വെക്കണേ. ശമ്പളം കിട്ടാൻ നമ്മൾ മോഹിക്കും. അപ്പോൾ 11ാമത് സംസ്ഥാന ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി പ്രസിഡന്റ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. അടുത്ത പദവികളിലോട്ട് പോവാം. കേരള ഫോക്ലാർ അക്കാദമി പ്രസിഡന്റ് ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. കേരള ഫോക്ലാർ, നിലവിലെ കേരള ഫോക്ലാർ അക്കാദമി പ്രസിഡന്റ് ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. അതുപോലെ തന്നെ കേരള ലളിതകലാ അക്കാദമി പ്രസിഡന്റ് മുരളി ചിരോത്താണ് കേട്ടോ. മുരളി ചിരോത്താണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കേരള ഫോക്ലാർ അക്കാദമി പ്രസിഡന്റ് ആരാണ്? OS ഉണ്ണികൃഷ്ണനും. അതുപോലെ തന്നെ കേരള ലളിതകലാ അക്കാദമി പ്രസിഡന്റ് ആരാണ്? മുരളി ചിരോത്തുമാണ്. അപ്പോൾ കണക്റ്റായി. ഇത് പഠിച്ചു വെക്കണം. സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ് അക്കാദമി പ്രസിഡന്റുമാരൊക്കെ. അടുത്ത് നമുക്ക് നോക്കാം. കേരള നിയമസഭാ സ്പീക്കർ, നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീറാണ് കേട്ടോ. AN ഷംസീർ. അപ്പം നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീറാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീറാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാറാണ്. അത് പഠിച്ചു വെക്കണം. നിലവിലെ കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ. അപ്പോൾ ഒന്നുകൂടെ പറയാം. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. നിലവിലെ കേരള ഡെപ്യൂട്ടി നിയമസഭാ സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ കേട്ടോ. അപ്പോൾ AN ഷംസീറിൻ്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മണ്ഡലമാണ് കേട്ടോ. AN ഷംസീറിൻ്റെ നിയമസഭാ മണ്ഡലം. അതുപോലെ തന്നെ നിലവിലെ പ്രതിപക്ഷ നേതാവിനെ നമുക്ക് എല്ലാവർക്കും അറിയില്ല. നിലവിലെ പ്രതിപക്ഷ നേതാവാണ് VD സതീശനാണ് കേട്ടോ. കോൺഗ്രസ്സുകാരനായ VD സതീശനാണ് നിലവിലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം പറവൂരാണ് കേട്ടോ. പറവൂർ മണ്ഡലമാണ്. അതുപോലെ തന്നെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാർ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം പത്തനംതിട്ട ജില്ലയിലെ അടൂർ മണ്ഡലമാണ്. അതുകൊണ്ട് ഒന്ന് കണക്ട് ചെയ്തോണേ. അടുത്തത് നമുക്ക് നോക്കാം. നിലവിലെ ലോകായുക്ത ആരാണ്? നിലവിലെ ലോകായുക്ത N അനിൽകുമാറാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. നിലവിലെ കേരളത്തിലെ ലോകായുക്ത ഏതാണ്? ആരാണ്? N അനിൽകുമാറാണ് കേട്ടോ. N അനിൽകുമാറാണ്. അപ്പോൾ നമുക്കറിയാം, കേന്ദ്രത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി ലോക്പാലും സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് ലോകായുക്തയുമാണ്. അപ്പോൾ കേന്ദ്രത്തിൽ അഴിമതി തടയുന്നതാണ് ലോക്പാൽ എന്ന് പറഞ്ഞൊരു ലോക്പാലും. അതുപോലെ തന്നെ കേരളത്തിൽ, അതായത് സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ലോകായുക്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സംസ്ഥാനത്തെ അഴിമതികളൊക്കെ വരുമ്പം നമുക്ക് അറിയാം, അഴിമതികൾ ചെയ്യാൻ പോകുമ്പോൾ നമ്മളെന്താണ് നിൽക്കെന്ന് പറയത്തില്ലേ? എന്തെങ്കിലും അഴിമതി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിൽക്കെന്ന് പറയത്തില്ല. അത് വെച്ച് കണക്ട് ചെയ്തോണം. എന്തുണ്ട് അനിൽ കണ്ടോ? ലോകായുക്ത എന്താണ്? അഴിമതി തടയുന്നതാണ്. അഴിമതി തടയാൻ വരുമ്പോൾ എന്താണ്? നിൽക്കാൻ പറയും. അപ്പോൾ കണക്ട് ചെയ്തോണം. നിലവിലെ കേരളത്തിലെ ലോകായുക്ത ആരാണ്? N അനിൽകുമാർ. അഴിമതി വരുമ്പോൾ നിൽക്കാൻ പറയും. അപ്പോൾ നിലവിലെ കേരളത്തിലെ സംസ്ഥാന ലോകായുക്ത ആരാണ്? N അനിൽകുമാർ. ക്ലിയർ ആണ്? അടുത്തത് സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M ഷാജറാണ് കേട്ടോ. അപ്പം സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M ഷാജർ. നിലവിലെ കേരളത്തിലെ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M ഷാജർ. സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നിലവിലെ കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നത്. അലക്സാണ്ടർ തോമസ്. അടുത്ത നോക്കാം. 7ാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ KN ഹരിലാൽ കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. 7ാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ KN ഹരിലാൽ. അതേ കണക്ട് ചെയ്ത് തന്നെ പഠിക്കണം. 6ാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദും കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണേ. ഇത് നമ്മൾ തിരിഞ്ഞു പോലും. 6ാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ് കേട്ടോ. 6ാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? SM വിജയാനന്ദ്. അതുപോലെ തന്നെ 7ാമത് കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ KN ഹരിലാൽ. ക്ലിയർ ആണ്? അതുപോലെ തന്നെ അടുത്തത് കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ഡോക്ടർ
രതൻ യു കേൽക്കർ IAS ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ, സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു പോയിൻ്റാണ്. കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ഡോക്ടർ രതൻ യു കേൽക്കർ IAS കേട്ടോ. അപ്പോൾ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? ഡോക്ടർ രതൻ യു കേൽക്കർ IAS ആണ്. അടുത്ത നോക്കാം. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് G ശശിധരനാണ് കേട്ടോ. അപ്പോൾ G ശശിധരനാണ് സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ, അതായത് OBC കമ്മീഷൻ ചെയർമാൻ. കേരളത്തിലെ OBC കമ്മീഷൻ അഥവാ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? G ശശിധരനാണ്. അതുപോലെ തന്നെ കൊച്ചി മെട്രോ റെയിൽ MD ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ് കേട്ടോ. അപ്പം DGP ആയിട്ട് കേരളത്തിൽ ഇരുന്നിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അതോടെ ഒന്ന് കണക്ട് ചെയ്തോണം. മുൻ DGP ആണ്. അപ്പോൾ നിലവിലെ കേരളത്തിലെ കൊച്ചി മെട്രോ റെയിൽ MD ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ് കേട്ടോ. ലോക്നാഥ് ബെഹ്റയാണ്. അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? സണ്ണി ജോസഫാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? സണ്ണി ജോസഫാണ്. കേരളത്തിലെ നിലവിലെ വിജിലൻസ് ഡയറക്ടർ ആരാണ്? മനോജ് എബ്രഹാമാണ്. കേരള വിജിലൻസ് ഡയറക്ടർ നിലവിലെ ആരാണ്? മനോജ് എബ്രഹാമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത് ഇനി വരുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട പദവികളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്, പുതിയ അപ്പോയിൻമെൻറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. പിന്നെ ഈ അപ്പോയിൻമെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാളെ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പുതിയ വീഡിയോകൾ ഇടുന്നതാണ് കേട്ടോ. അതാണ് ഈ പദവികളുടെ വ്യത്യാസം. കാരണം നമ്മൾ ഇന്നിട്ട ക്ലാസ് ചിലപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പം പുതിയ ആൾ വരാൻ സാധ്യതയുള്ളൊരു ക്ലാസ്സാണ് ഇത് വരുന്നത്. അതായത് പദവികൾ മാറി മാറി വരാമല്ലോ. അപ്പം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ക്ലാസ്സിലൂടെ അറിയിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ക്ലാസ് ഇട്ട് അറിയിക്കുന്നതാണ് പദവികൾ എന്തെങ്കിലും ചേഞ്ച് വരുന്നതിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് 1-2 മാർക്ക് ഷുവറായിട്ടും ഇനി വരുന്ന പരീക്ഷകളിൽ ഷുവറായിട്ട് ലഭിക്കുന്നതാണ്. സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ പദവികളിൽ നിന്നൊരു മാർക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ 1 മാർക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഉറപ്പിച്ചോളൂ. അപ്പോൾ മാക്സിമം ഇത് പഠിക്കുക, ഇത് അവസാനം വരെ കണ്ട് പഠിക്കുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കറണ്ട് അഫയേഴ്സ് 2025 എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. നമ്മൾ ആ പ്ലേലിസ്റ്റിൽ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി വൈസ് കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങൾ കണ്ടാൽ മാത്രം മതി, കണ്ട് അവസാനം വരെ കണ്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ക്ലാസ്സിലൂടെ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമാകും. നിങ്ങൾ ഷെയർ ചെയ്യാൻ ഫ്രണ്ട്സിന് ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്താലും മതി. അപ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് റെക്കമെൻഡേഷൻ ചെല്ലുന്നതാണ്. അപ്പോൾ പുതിയൊരു ക്ലാസ് പഠിക്കും. ഇനി നമ്മൾ കേരളത്തിലെ പദവികളാണ് പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ് നമ്മൾ ഇന്ത്യയിലെ പ്രധാന പദവികളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ്സിനായിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അത് ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, ഹൈപ്പ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.